من وين؟ سبعاوية. علم فلسطين وعلم غزة. انت بتقولي I am from Gaza. You are not from Gaza. أنا ما بحكي إنجليزي، أنا بحكي عربي بعد. من وين انت من غزة؟ جوزي أنا غزاوي، أنا فلسطينية. فلسطينية من وين؟ سبعاوية. سبعوية. They take money from the people in Malaysia. أوكي. صح؟ لا لو سمحت انت حبيبي هي خلص اسكت شو خلص اسكت؟ مالك بتصور غزاوية. നമ്മളിപ്പോൾ കണ്ടത് മലേഷ്യയിൽ നിന്നുള്ള ഒരു കാഴ്ചയാണ്. അതായത് അവിടുത്തെ തെരുവിൽ ഒരു സ്ത്രീ യാചനയ്ക്കിരിക്കുകയാണ്. യാചനയ്ക്കിരിക്കുന്ന സ്ഥലത്ത് അവർ പലസ്തീൻ എന്ന രാജ്യത്തിന്റെ ഫ്ലാഗ് ഡ്രോ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതേ പേപ്പറിൽ അറബിയിൽ എന്തൊക്കെ എഴുതിയിട്ടുണ്ട്. ഒരു പക്ഷേ സഹായം ചെയ്യണമെന്നൊക്കെ ആയിരിക്കും. താൻ ഗസക്കാരിയാണെന്നും തന്നെ സഹായിക്കണമെന്നും പറഞ്ഞുകൊണ്ടാണ് ആ സ്ത്രീ അവിടെ ഭിക്ഷാടനത്തിൽ ഇരിക്കുന്നത്. അതേസമയം അതിലൂടെ പോയ ഒരു അറബ് പൗരൻ ഈ കാഴ്ച കാണുകയാണ്. അറബ് പൗരൻ ഈ കാഴ്ച കണ്ടതോടെ അയാൾക്ക് ചില കാര്യങ്ങളൊക്കെ മനസ്സിലായി. അതിന് ഒന്നാമത്തെ കാരണം, ഒരു അറബിക്ക് ഗസക്കാരെയും മറ്റുള്ള അല്ലെങ്കിൽ ഒരു സൗദിക്കാരെയോ ഇറാഖുകാരനെ അല്ലെങ്കിൽ ഒരു സൂരി അതായത് സിറിയക്കാരനൊക്കെ കണ്ട് പെട്ടെന്ന് എനിക്ക് ഡിക്റ്റേറ്റ് ചെയ്യും. കാരണം എന്താ വെച്ചാൽ അവർ ഒരേ വംശത്തിൽ നിന്ന് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ പല ശരീരപ്രകൃതി, സ്ലാങ് ഇതൊക്കെ കണ്ട് ഇവർ പെട്ടെന്ന് കണ്ടുപിടിക്കും. ഉദാഹരണത്തിന് പറഞ്ഞാൽ നമ്മൾ ഗൾഫിലൊക്കെ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ യൂറോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു ശ്രീലങ്കക്കാരനെ കണ്ടാൽ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും. ഒരു തമിഴ്നാട്ടുകാരനെ കണ്ടാൽ നമുക്ക് പെട്ടെന്ന് അയാൾ ഡിക്റ്റേറ്റ് ചെയ്യും, ഇയാൾ തമിഴനാണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതുപോലെ തന്നെ അവരുടെ കാര്യം, അവർക്കും നമ്മളെ കണ്ടാൽ നമ്മൾ കേരളീയനാണ്, മലയാളിയാണ് എന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത്തരത്തിൽ ഒരു അറബ് പൗരൻ ഈ സ്ത്രീയെ കാണുകയാണ്. കണ്ടപാടെ ഇയാൾക്ക് കാര്യം മനസ്സിലായി, ഇവർ ഗസയിൽ നിന്ന് അല്ല എന്ന്. ഇത് മനസ്സിലായ അദ്ദേഹം അവരോട് വ്യക്തമായിട്ട് ചോദിക്കുന്നു. അപ്പോൾ ഇവര് മറുപടി പറയുന്നുണ്ട്, ഞാൻ ഗസയിൽ നിന്നാണ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവരോട് ചോദിക്കും, ഗസയിൽ നിന്ന് എവിടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവര് ശരിക്കും ഉത്തരം മുട്ടാണ്. അങ്ങനെ അവസാനം അവർക്ക് സമ്മതിക്കേണ്ടി വന്നു, അവർ ഗസയിൽ നിന്നല്ല ജോർദാനിൽ നിന്നാണ് വരുന്നത്, ജോർദാൻകാരിയാണ്. നിങ്ങൾ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പൊ ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്നവർക്കറിയാം, ദുബായിലോ ഖത്തറിലോ ബഹ്റൈനിലോ സൗദി അറേബ്യയിലോ എവിടെയെങ്കിലും ഞാൻ ഗസക്കാരിയാണ്, എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ഇത്തരത്തിലുള്ള ഭിക്ഷാടനത്തിലുള്ള ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരിക്കലും നിങ്ങൾ കാണില്ല. അതിന്റെ കാരണം എന്താ പറയുക, ഒരു ഗസക്കാരി ആ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ അവർക്കുള്ള എല്ലാ അക്കോമഡേഷനും ആ രാജ്യം നിന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട്. അവർക്ക് ഭിക്ഷാടനത്തിന് നടക്കേണ്ട ഒരു സാഹചര്യം അവിടെ വരുന്നില്ല. ഒന്നാമത്തെ കാര്യം. അടുത്ത കാര്യം എന്ന് പറയുന്നത്, ഇനി ആരെങ്കിലും ഗസക്കാരിയാണ് എന്ന് പറഞ്ഞ ഭിക്ഷാടനത്തിന് നടക്കുന്നുണ്ടെങ്കിൽ ഒരു അറബ് പൗരന്, സൗദി അറേബ്യയിലെ ഒരു അറബ് പൗരന് ഇവരെ കാണുന്നതോടുകൂടി മനസ്സിലാവും ഇവർ ഗസക്കാരിയാണോ അല്ലേ എന്നുള്ളത്. അത്തരമൊരു സാഹചര്യത്തിൽ ഇവർ പിടിക്കപ്പെടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഈ ഒരു റിസ്ക് എലമെന്റ് മനസ്സിലാക്കിയിട്ടാവണം ഇത്തരം തട്ടിപ്പുകാർ വളരെയധികം കഷ്ടത അനുഭവിക്കുന്ന, ലോകത്തിന്റെ വേദന തന്നെ ആയി മാറിയ ഗസയുടെ പേരും പറഞ്ഞ് സിംഗപ്പൂരിലേക്കും മലേഷ്യയിലേക്കും ഒക്കെ വണ്ടി കയറുന്നു. എന്തിനാ? ഗസയുടെ പേരും പറഞ്ഞ് ആളുകളിൽ നിന്ന് ഭിക്ഷ എടുക്കാൻ. ഇതൊരു മാഫിയ പോലെയാണ് പ്രവർത്തിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടുള്ളത് മിക്കവാറും ജോർദാനി സ്ത്രീകളാണ്. ഇത് ഒരാളെ കാര്യം മാത്രമല്ല, നിരവധി പേര് ഇത്തരത്തിൽ മലേഷ്യ, സിംഗപ്പൂർ പോലുള്ള സ്ഥലങ്ങളിലുണ്ട്. എന്തുകൊണ്ടാണ് ഇവർ മലേഷ്യയിലേക്കും സിംഗപ്പൂരിലേക്കൊക്കെ വണ്ടി കയറുന്നത്? അതിനൊരു കാരണമുണ്ട്. അതായത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ആളുകൾക്ക് ഇവരെ മനസ്സിലാക്കാൻ സാധിക്കില്ല. സിംഗപ്പൂരിലുള്ള ഒരാൾക്ക് ഇവർ ഗസക്കാരിയാണോ, ഉർദുനി അതായത് ജോർദാൻകാരിയാണോ, കുവൈത്തുകാരിയാണോ എന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കില്ല. നേരെ മറിച്ച് ഒരു അറബിക്ക് അത് മനസ്സിലാവും. ഈ സാഹചര്യം മുതലെടുത്തുകൊണ്ട് ഗസയുടെ പേരും പറഞ്ഞ് അനവധി പേരാണ് ജോർദാൻ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് മലേഷ്യയും സിംഗപ്പൂരും കേന്ദ്രീകരിച്ച് ഭിക്ഷാടനം ഒരു മാഫിയ പോലെ പ്രവർത്തിക്കുന്നത്. ഇത് മാത്രമല്ല, ഗസയുടെ പേരിൽ ആളുകളോട് സഹതാപം പറഞ്ഞ് പണം പിരിക്കുന്ന അനവധി തട്ടിപ്പുകൾ സോഷ്യൽ മീഡിയയിലുണ്ട്. നമ്മളൊക്കെ ഓർക്കുന്നുണ്ട്, കുറച്ചു കാലം മുമ്പ് വരെ, ഇപ്പൊ അങ്ങനെ കാണാറില്ല, കുറച്ചു കാലം മുമ്പ് വരെ എക്സിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ നമ്മൾ എപ്പോഴും കാണുന്ന ഒരു ആഡ് എന്താണ്? ഗസയിൽ നിലവിളിക്കുന്ന കുട്ടികൾ, ഗസയിൽ നിലവിളിക്കുന്ന ഉമ്മമാര്, പ്രായമായ ആളുകൾ, ഭക്ഷണത്തിന് വരി നിന്ന് തളർന്നു വീഴുന്ന ആളുകൾ, ഇത്തരം പരസ്യങ്ങൾ, എന്നിട്ട് അവർക്ക് ഡൊണേറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് പ്രൊമോഷൻ ആഡുകൾ നമ്മൾ ഇഷ്ടം പോലെ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ട്. ഈ ആഡൊക്കെ വെറുതെ ചെയ്ത് കൊടുക്കുന്നതാണ് നിങ്ങൾ വിചാരം? ഇതിനൊക്കെ വലിയ രീതിയിലുള്ള പൈസ വേണം. ആഡ് ചെയ്ത് പണം ചെലവാക്കുന്ന ആളുകൾ അവരെന്താണ് ഇതിന് റിട്ടേൺ പ്രതീക്ഷിക്കുന്നത്? അവർ വലിയൊരു ഹ്യൂജ് എമൗണ്ട് അവർ പ്രതീക്ഷിക്കുന്നുണ്ട് ഡൊണേഷൻ അടിസ്ഥാനത്തിൽ. അതിനാണ് ഗസയിലെ കരയുന്ന കുട്ടികളുടെയും നിലവിളിക്കുന്ന ഉമ്മമാരുടെയും വീഡിയോകളൊക്കെ ഇവരെ പ്രൊമോഷൻ ആഡിൽ ഉൾപ്പെടുത്തുന്നത്. ശരിക്കും പറഞ്ഞാൽ ഗസ എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെയും വൈകാരികതയാണ്. ആ വൈകാരികതയെ ഏറ്റവും പരമാവധി ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണ് ഇത്തരം ആളുകൾ. ഇതൊന്നും മനസ്സിലാക്കാൻ വിവരമില്ലാത്ത ആളുകൾ ഇതിലൊക്കെ ചെന്ന് വീഴും. അത് അവർക്കറിയാം. അവർ അത്തരത്തിലൊരു സ്ട്രാറ്റജി ഉള്ളിൽ ചെയ്തിട്ട് തന്നെയാണ് ഇത്തരം ആഡുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇടുന്നത്. ഇത് കണ്ട് വളരെയധികം ദുഃഖിച്ച് വിഷമിച്ച് സാങ്കേതിക കാര്യങ്ങളിലൊന്നും അത്ര വിവരമില്ലാത്ത ആളുകൾ
വലിയ രീതിയിൽ ഫണ്ട് ചെയ്യാണ്. ഈ പണമൊക്കെ എങ്ങോട്ടാണ് പോകുന്നത്? ഇതുവല്ലതും ഗസയിൽ എത്തുന്നുണ്ടോ? ഒരിക്കലും ഇല്ല എന്നുള്ളതാണ് അതിന്റെ ഒരു വസ്തുത. ഇനിയിപ്പോ ഇന്റർനെറ്റിൽ മാത്രമല്ലാന്നേ, നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ പോലും ഗസയുടെ പേരും പറഞ്ഞ് പിരിക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു 2 വർഷം മുമ്പ് ഞാൻ നാട്ടിൽ ലീവിന് വന്ന സമയത്ത് ഗസയുടെ പേരും പറഞ്ഞ് വ്യക്തിപരമായിട്ട് എന്റെ അടുത്തും ഒരാൾ വന്നിരുന്നു. ഞാൻ ലീവിന് വന്നതുകൊണ്ട് എന്റെ അടുത്ത് ഒരുപാട് പൈസ ഉണ്ടാവും വിചാരിച്ചിട്ടായിരിക്കും അയാൾ വന്നിരുന്നത്. പക്ഷെ ഞാൻ അയാളോട് സിമ്പിൾ ആയിട്ടൊരു ചോദ്യം ചോദിച്ചു. അന്നത്തെ കാലത്ത്, അതായത് 2 വർഷം മുമ്പ്, ഗസയിലേക്ക് വെള്ളമോ മരുന്നോ ഭക്ഷണമോ കടത്തിവിടാതെ ഇസ്രായേൽ പട്ടാളം റഫ അതിർത്തി ഉൾപ്പെടെയുള്ള മേഖലകൾ അടച്ചിട്ടുള്ള ഒരു സമയം ഉണ്ടായിരുന്നു. അതായത് അനവധി രാജ്യങ്ങളുടെ വാഹനങ്ങൾ ടൺ കണക്കിന് ഭക്ഷണവും മരുന്നും വെള്ളവുമായി പുറത്ത് കാത്തിരിക്കുന്ന സമയത്ത് അകത്തേക്ക് വിടാതെ ഇസ്രായേൽ പട്ടാളം റഫ അതിർത്തിയിലും ഖാൻ യൂണിസിലൊക്കെ കാവൽ നിന്നത്, ഒരു വാഹനം പോലും അടുപ്പിക്കാതെ കാവൽ നിന്നതൊക്കെ ആ വാർത്ത ഒന്നും നമ്മൾ മറന്നിട്ടില്ലല്ലോ. ആ സമയത്താണ് എൻ്റെ അടുത്ത് ഇദ്ദേഹം പിരിവിന് വന്നത്. അദ്ദേഹം എന്നോട് പറയുന്നു, ഗസയിൽ ഒരുപാട് പ്രശ്നങ്ങൾ പറയുന്നു, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളെ ഇമോഷണലി അദ്ദേഹം ബ്ലാക്ക് മെയിൽ ചെയ്യാനുള്ള ശ്രമമാണ് നടത്തിയത്. എനിക്ക് തോന്നുന്നതാവാം. എന്തായാലും ഗസയിലെ കഷ്ടപ്പാടുകളാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. എനിക്ക് ഈ ഇന്റർനെറ്റിലും മറ്റും ഒക്കെ നല്ല പരിചയമുള്ള ആളാണ് ഞാൻ. ഒരു ബോധ്യം ഒരു പക്ഷെ അദ്ദേഹത്തിന് ഉണ്ടായിരിക്കില്ല. ഇങ്ങനെ ഗസയിലെ വൈകാരികമായിട്ടുള്ള നിമിഷങ്ങൾ അദ്ദേഹം എന്നോട് പങ്കുവെക്കുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തിനോട് വളരെ സിമ്പിളായിട്ടൊരു ചോദ്യം ചോദിച്ചിട്ടുള്ളൂ. നിങ്ങൾ പറയുന്നു ഗസയിൽ ഇത്ര ബുദ്ധിമുട്ടാണ്, ഇത്ര പ്രശ്നങ്ങളില്ല എന്നൊക്കെ. ഒന്നാമത്, ഗസയിലേക്ക് അവിടുത്തെ റീബിൽഡിന് മുന്നിട്ടിറങ്ങാൻ സൗദി അറേബ്യയും ഖത്തർ പോലുള്ള രാജ്യങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ട് ഔദ്യോഗിക ഗവൺമെന്റ് പ്രസ്താവന പുറപ്പെടുവിച്ചിട്ടുണ്ട്. അവർക്ക് ഇത്തരത്തിൽ ലോകത്തുള്ള എല്ലാവരുടെ കയ്യിൽ നിന്നും പിരിവെടുത്തിട്ട് ജീവിക്കേണ്ട ഒരു സാഹചര്യം അവിടെ ഇല്ല. അത്തരം പ്രസ്താവന ഖത്തറിന്റെ ഭാഗത്തു നിന്നും സൗദി അറേബ്യയുടെ ഭാഗത്തു നിന്നും അവർക്ക് ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല, നമ്മൾ പറഞ്ഞ പോലെ റഫ അതിർത്തിയിലും ഖാൻ യൂണിസിലും ടൺ കണക്കിന് മറ്റു രാജ്യങ്ങളുടെ ഭക്ഷണം മരുന്നും വെള്ളവും ഒക്കെ പുറത്ത് കാത്തു കെട്ടി കിടക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് 1000 രൂപ 5000 രൂപ പിരിച്ചിട്ട് ഇവർ എങ്ങനെയാണ് ആ തുക അങ്ങോട്ടേക്ക് എത്തിക്കുക? ഇറ്റ്സ് ഇമ്പോസിബിൾ. അത് കഴിയില്ല. പിന്നെ എന്തിനാണ് ഇവർ പിരിവെടുക്കുന്നത്? ഗസയുടെ പേരും പറഞ്ഞ്. ഗസ എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരുടെയും ഒരു വികാരമാണ്. അതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുകയാണ് ഇത്തരം ആളുകൾ എന്നുള്ളതാണ് ഇതിന്റെ വസ്തുത. എത്ര വലിയൊരു സ്കാമെന്ന് നോക്കിയത്. മനുഷ്യന്റെ ഇമോഷനെ കൊന്നിട്ട് ഇവരൊക്കെ ചോര കുടിക്കാണ്. ഗസയിലെ മക്കളുടെ പേരും പറഞ്ഞിട്ട്, അവിടെ കൊല്ലപ്പെട്ട ഉമ്മമാരുടെ പേരും പറഞ്ഞിട്ട് അവരെ കൊന്നു തിന്നുന്ന ഇത്തരം ആളുകൾ നമ്മുടെ നാട്ടിൽ പോലും ഒരു കാലത്തുണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെ കാണാറില്ല. ആ ഗസ യുദ്ധം രൂക്ഷമായിരിക്കുന്ന സമയത്തൊക്കെ വളരെയധികം ഉണ്ടായിരുന്നു. ഇത്തരക്കാരുടെ പ്രധാന ഉന്നം എന്ന് പറഞ്ഞാൽ ലോക വിവരമില്ലാത്ത ആളുകളെ, പ്രത്യേകിച്ച് സ്ത്രീകളെ ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്യുക, ഗസയിലെ കഷ്ടപ്പാടുകൾ പറയാ, എന്നിട്ട് മാക്സിമം അടിച്ചെടുക്കുക. ഇതൊക്കെ ഗസയിലേക്ക് എത്തുന്നുണ്ടോ? ഗസയിലുള്ള ആളുകൾക്ക് ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? ഒരിക്കലും ഇല്ല. അവർക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് 50 100 പിരിച്ച് കൊണ്ടു കൊടുക്കേണ്ട യാതൊരു സാഹചര്യം അവർക്ക് അന്നും ഇല്ല, ഇന്നും ഇല്ല. ഗസയെ റീബിൽഡ് ചെയ്യാൻ ഒരുപാട് ഓർഗനൈസേഷൻ, സൗദി പോലുള്ള, ഖത്തർ പോലുള്ള, ബഹ്റൈൻ പോലുള്ള, UAE പോലുള്ള ഒരുപാട് ഓർഗനൈസേഷൻ പരസ്യമായി രംഗത്ത് വന്നിട്ടുണ്ട്. അവർക്ക് ആരുടെ മുന്നേയും കൈ നീട്ടേണ്ട ഒരു സാഹചര്യം ഗസയിൽ ഇല്ല. അത്തരം ഒരു സാഹചര്യം, അത്തരം ഒരു പ്രഖ്യാപനത്തിലൊക്കെ നിൽക്കുമ്പോഴാണ് നമ്മുടെ നാട്ടിൽ 50 100 വന്ന് പിരിപിടിക്കുന്ന ആൾക്കാർ എങ്ങോട്ടാ? അത് ഗസയിലേക്ക്. ഇവരൊക്കെ നേരിട്ട് ഗസയിൽ വെച്ചുകൊണ്ട് കൊടുക്കും. അവിടെ മാസക്കണക്കിന് കണ്ടെയ്നർ കണക്കിന് ലോറികള് റഫ അതിർത്തിയിലും ഖാൻ യൂണിസിലും അതിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കാതെ കെട്ടിക്കിടക്കാണ്. ആ സാഹചര്യത്തിൽ ഇവിടുന്ന് 50 100 എടുത്തിട്ട് ഇവനെങ്ങനെ ഇത് അവിടെ എത്തിക്കാം? ഇതൊരു കോമൺ സെൻസ് അല്ലേ? എനിക്കിനി പറയാനുള്ളത്, ഗസയിലുള്ള ആളുകളെ സഹായിക്കാൻ താല്പര്യമുള്ള ആളുകൾ അവരാദ്യം ചെയ്യേണ്ടത് അവർക്ക് സഹായം ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. ഇനി ആവശ്യമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള മാർഗം എന്ന് പറയുന്നത്, ഗസയിൽ അനവധി വ്ളോഗർമാരുണ്ട്. പ്രത്യേകിച്ച് യൂട്യൂബ് ബേസിലുണ്ട്. ഇവരുടെയൊക്കെ യൂട്യൂബ് ലൈവ് മിക്ക ദിവസങ്ങളിലും വൈകുന്നേരത്തിന് ശേഷം ഉണ്ടാവും, പകലും ഉണ്ടാവും. അതിലൊക്കെ കയറിയിട്ട് നിങ്ങൾക്ക് സൂപ്പർ ചാറ്റ് വഴിയോ സൂപ്പർ താങ്ക്സ് വഴിയോ അവരെ ഹെൽപ്പ് ചെയ്യാം. അത് നേരിട്ട് അവരെ കയ്യിലേക്ക് എത്തും. ഇതിന്റെ ഇടയിൽ ഒരു ഇടനിലക്കാരന്റെ ഒരു ആവശ്യമില്ല. നിങ്ങൾക്കും അവർക്കും നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. അതുമല്ലെങ്കിൽ ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗികമായിട്ടുള്ള ചില സംഘടനകളുണ്ട് ഗസയിലൊക്കെ എൽപ്പെത്തിക്കുന്നത്. അവരുടെയൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ഇന്റർനെറ്റിൽ വെറുതെ തപ്പിയാൽ കിട്ടും. അതിലേക്ക് നിങ്ങൾക്ക് ഡൊണേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ. ഇനി അതുമല്ലെങ്കിൽ റെഡ് ക്രസന്റ് പോലുള്ള ഓർഗനൈസേഷൻ ഗൾഫിലുടനീളം, അല്ല ലോകത്തുടനീളം തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അവരുമായി നിങ്ങൾക്ക് ബന്ധപ്പെടാം. ഇവരുമായി ബന്ധപ്പെടുക എന്ന് പറഞ്ഞാൽ അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക്
ഗൂഗിളിലൂടെ ജസ്റ്റ് ഒന്ന് കയറിപ്പോയാൽ ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളൊക്കെ സിമ്പിളായിട്ട് ലഭിക്കും. ഇങ്ങനെ അന്താരാഷ്ട്ര തലത്തിൽ ക്രെഡിബിലിറ്റി ഉള്ള സംഘടനകൾ വഴി നിങ്ങൾക്ക് ഗസയിലേക്ക് എളുപ്പത്തിക്കാൻ സാധിക്കും. സോഷ്യൽ മീഡിയയിൽ കാണുന്ന വൈകാരിക പരസ്യങ്ങളിലോ നാട്ടിലെ വ്യാജ പിരിവുകാരൻ നൽകുന്ന ഇമോഷണൽ ബ്ലാക്ക്മെയിലോ ഒന്നും കെണിയിൽ വീഴാതെ ഇത്തരത്തിലുള്ള മാർഗങ്ങളൊക്കെ ഗസയിൽ എന്തെങ്കിലും നിങ്ങൾ ഡൊണേറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നത് നിങ്ങൾക്ക് അങ്ങനെ ചെയ്താൽ മതി. എന്തിനാണ് ഇടനിലക്കാര്? ഇവര് ഇത് ഗസയിലേക്കൊന്നും എത്തിക്കാൻ പോണില്ല. ഇപ്പം കോഴിക്കോട് നിന്ന് ഞാനൊരു 1000 രൂപ പിരിവ് കൊടുത്തു, അത് താമരശ്ശേരിന്റെ അപ്പുറം കടക്കൂല, അല്ലെങ്കിൽ കൊണ്ടോട്ടിന്റെ അപ്പുറം കടക്കൂല. ആ ജില്ല വിട്ടുപോലും അത് പോരാ, എന്നിട്ടല്ലേ ഗസയിൽ എത്തുന്നത്. അപ്പൊ അതുകൊണ്ട് ലോകത്തിന്റെ ഒരു വേദനയാണ് ഗസ. ആ വേദനയെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് അതിന്റെ ഇമോഷണൽ ആസ്പെക്ടിനെ മാക്സിമം നമ്മളിൽ നിറച്ചുകൊണ്ട് നമ്മളെ കൊള്ളയടിക്കാൻ വരുന്ന ഇത്തരം ഇമോഷണൽ ബ്ലാക്ക് മെയിലേഴ്സിനെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങളിലൊക്കെ കൃത്യമായിട്ടുള്ള അപ്ഡേഷൻ നിങ്ങൾ മനസ്സിലാക്കണം. വാർത്തകളൊക്കെ വായിക്കുക, അപ്പൊ തന്നെ മനസ്സിലാവും നിങ്ങൾക്ക് അവിടുത്തെ സാഹചര്യം. അപ്പൊ പിരിവിന് വരുന്ന ആളുകളോട് ചോദിക്കുക, ഇങ്ങനെയാണല്ലോ ഗസയിലെ സാഹചര്യം, പിന്നെ നിങ്ങളിത് പിരിച്ചിട്ട് എങ്ങനെ അവരെ എത്തിക്കും എന്നുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം. അപ്പൊ ഇവർ ഉത്തരം മുട്ടും, ഇവർക്ക് പറയാൻ സാധിക്കില്ല. ഇത് തന്നെയാണ് ഇതിന്റെ ഒരു വസ്തുത. അതുകൊണ്ട് ഇത്തരം ചതികളിലൊക്കെ വീഴാതെ നോക്കുക. ഗസ എന്നാൽ ലോകത്തുള്ള എല്ലാ നല്ല മനുഷ്യന്മാരുടെയും ഒരു ഹൃദയത്തിലെ നോവാണ്. അതിന്റെ പേരും പറഞ്ഞ് മുതലെടുക്കാൻ അനവധി ആളുകൾ നമ്മുടെ ഇടയിലുമുണ്ട്, സിംഗപ്പൂരിലുണ്ട്, മലേഷ്യയിലുമുണ്ട്, നമ്മുടെ നാട്ടിൻപുറത്തുമുണ്ട്, സോഷ്യൽ മീഡിയയിൽ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇത്തരക്കാർക്കെതിരെ കടുത്ത ജാഗ്രത നമ്മൾ പാലിക്കേണ്ടതുണ്ട്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഒട്ടും വേഗം തന്നെ കാണാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലത്തേക്ക് പറയുന്നു.